വയറിങ്ങും പ്ലംബിങ്ങും പലർക്കും അറിയേണ്ട ഒരു സംഗതിയാണ്. വയറിങ്ങും പ്ലംബിങ്ങും, വയറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, പ്ലംബിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ പറയാം? ഈയിടെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ച ചോദ്യവും കൂടിയാണിത്. അതിന് പ്ലംബിങ്ങിന് അമാൽ സബ്ബാക്ക എന്നാണ് പറയുക. സബ്ബാക്ക് എന്ന് പറഞ്ഞാൽ പ്ലംബിങ് വർക്കുകളാണ്. അതിന് കെഹ്റുബ നിങ്ങൾക്കറിയാം, കറണ്ടിന് കെഹ്റുബ എന്ന് പറയാം. അമാലിൽ കെഹ്റുബ അല്ലെങ്കിൽ കെഹ്റുബ എന്ന് പറഞ്ഞാൽ അത് കറണ്ട്. അമാൽ അൽ കെഹ്റുബ എന്നൊക്കെ പറയാം, ഇലക്ട്രിക് വർക്കുകൾ. അവിടെ ഇലക്ട്രീഷ്യൻ എന്ന് പറയാൻ കെഹ്റുബ എന്നും പ്ലംബർ എന്നതിന് സബ്ബാക്കി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അമാൽ സബ്ബാക്കിയ എന്നാണ് പ്ലംബിങ്ങിൻ്റെ വർക്കുകൾക്ക് സാധാരണ പറയാം. ഓക്കെ, അവിടെ ഇപ്പം നമ്മളൊരു പൈപ്പ് കേടുവന്നിന്, അതല്ലെങ്കിൽ നമ്മുടെ കറണ്ട് കേടുവന്നിന് എന്നൊക്കെ കേടുവന്ന് പറയാൻ നമുക്ക് പറയാം ഫി ആത്തൽ എന്തന ആത്തൽ, നമുക്കവിടെ ഒരു കേട് വന്നിട്ടുണ്ട് പറയാം ആത്തൽ. ഈ അത്തൽ കേടുവന്നതിനെ നന്നാക്കൽ ഖർബാൻ ഖറാബ് എന്നൊക്കെ സാധാരണക്കാർ പറയാറുണ്ട്. അതിനേക്കാളൊരു സ്റ്റാൻഡേർഡ് വാക്കാണ് ഫി അത്തൽ എന്തന ഫിൽ സബ്ബാക്കിയ, നമ്മുടെ ഒരു പ്ലംബിങ്ങിൽ കേടുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ തെർക്കീബ് 3 സംഗതിയിൽ പറയാനുണ്ട്. ഒന്ന് ഫിറ്റിങ്സ് ആണ്, മറ്റൊന്ന് മെയിൻ്റനൻസ് ആണ്. ഓക്കെ, ഫിറ്റിങ്സിന് അറബിൽ എന്ത് പറയും? തെർക്കീബ് എന്ന് പറയും. തെർക്കീബ് അൽ ലംബാത്ത്, തെർക്കീബ് അൽ അദ്വാ. തെർക്കീബ് അൽ ലംബാത്ത് ബൾബുകൾ ഫിറ്റ് ചെയ്യുക. തെർക്കീബ് അൽ അദ്വാ, അദ്വാ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുക. അപ്പം സാധാരണ ബൾബായാലും ട്യൂബായാലും മൊത്തത്തിലൊന്നാണല്ലോ അദ്വാ. ലൗ എന്നാൽ പ്രകാശം, ലൈറ്റ് എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ അദ്വാ എന്ന് പറയും. ഓക്കെ, അപ്പോൾ തെർക്കീബാണ്. രണ്ടാമത്തൊന്ന് സിയാനയാണ്. മെയിൻ്റനൻസിന് സിയാന എന്ന് പറയും. എന്താണ് സിയാന കെഹ്റുബ ഞങ്ങൾക്കൊരു ഇലക്ട്രിക്കിൻ്റെ ഒരു മെയിൻ്റനൻസ് നടക്കേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു വർക്കല്ല, പിന്നീട് അതിനെ വരുന്ന ചില പാച്ച് വർക്കുകൾക്കൊക്കെ മെയിൻ്റനൻസ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതായിരിക്കും രണ്ടാമത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കെഹ്റുബ ഖലാസ് അവൽ ഷൈ തഫി ലമ്മ അൻത തശ്തഗൽ ഫിൽ അദവാത്തുൽ കെഹ്റുബ. കെഹ്റുബ അദവാത്തുൽ കെഹ്റുബ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എന്നാണ്. ഇലക്ട്രിക്കൽ മെറ്റീരിയൽസുമായി നീ ജോലി ചെയ്യുമ്പോൾ അവൽ ഷൈ തഫിൽ കെഹ്റുബ, അതാണ് ഒന്നാമത്തെ ഇൽമ്. കറണ്ട് ഓഫാക്കണം. തഫി അൽ കെഹ്റുബ. ഫസ്സിൽ അസിൽക്ക്, ഫസ്സിൽ എന്ന് പറഞ്ഞാൽ ഡിസ്കണക്റ്റ് ആക്കേണ്ടതുണ്ട്. വസ്സിൽ എന്നാൽ കണക്ട് ചെയ്യുക, ഫസ്സിൽ എന്ന ഡിസ്കണക്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ തഫ്സീലുൽ കെഹ്റുബ അവൽ ഷൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഡിസ്കണക്റ്റ് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തുണ്ടാകും? കറണ്ട് പിടിക്കും. അതങ്ങനെ ഇൽത്തിമാസ് അൽ കെഹ്റുബ എന്നാണ് കറണ്ടിൻ്റെ ഷോർട്ടിന് പറയാം. ഇൽത്തിമാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരവസ്ഥയിൽ പറയാം. പക്ഷേ എനിക്ക് 3-4 വാക്കുകൾ നിങ്ങളത് പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് ഇലക്ട്രിക് കെഹ്റുബ, ഇലക്ട്രിക്കൽ വർക്ക് അമാലിൽ കെഹ്റുബ. 2 പിന്നെ സബ്ബാക്ക് പ്ലംബർക്ക് സബ്ബാക്ക് എന്ന് പറയും. അമാൽ സബ്ബാക്കിയ പ്ലംബിങ് വർക്കുകൾ എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ കേടുണ്ട് ഫി അത്തൽ എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരു മെയിൻ്റനൻസ് ഉണ്ട്, നബഗ സിയാന എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇലക്ട്രിക്കിൻ്റെ ഷോർട്ട് ഉണ്ട്, ഇൽത്തിമാസ്. ചിലപ്പോൾ നമ്മുടെ സ്വിച്ചിനോ അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലുള്ള ചിലതിനോ അവിടെ ഷോർട്ട് ഉണ്ട്. ലാത്തൽ മിസ് ലാത്തംസക്, അത് പിടിക്കരുതേ, അടുത്തേക്ക് ചെല്ലരുതേ. ലാസിം എൻചബ് ഖല്ലിക് എൻചബ് ഫി ഇൽത്തിമാസ്, അവിടെ ഇൽത്തിമാസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അത്തരം നല്ല നല്ല വാക്കുകളൊക്കെ നമുക്ക് വീണ്ടും ഇതൊരു ചെറിയ വീഡിയോയിൽ അതല്ലേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ആവശ്യമുള്ള വാക്കുകൾ നിങ്ങൾ എഴുതുക. ഇൻഷാ അല്ലാഹ് സമയം സന്ദർഭത്ത് വരുമ്പോൾ ഞാൻ ബാക്കി പറയുന്നതാണ്. ഓക്കെ, മഅസ്സലാമ.